കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ അവിടെ പരാതിയുമായി മെഡിക്കൽ കോളേജിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മലപ്പുറം വേങ്ങര സ്വദേശി. യന്ത്ര തകരാറിനെ തുടർന്ന് ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയെന്നാണ് പരാതി. വേങ്ങര സ്വദേശിയായ റുബീന ഹൃദയവാൽവ് ചുരുങ്ങുന്ന അസുഖത്തിനായാണ് ചികിത്സ തേടിയെത്തിയത്. ഉപകരണം തകരാറിലാണെന്നും ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ല എന്നുമാണ് ആശുപത്രിയിൽ നിന്ന് മറുപടി ലഭിച്ചത്. മെഡിക്കൽ കോളേജിലെ യന്ത്രം തകരാറിലായിട്ട് 1 മാസത്തിലധികമായിരിക്കും. എൻ്റെ വൈഫിനാണ് അസുഖം, എനിക്കല്ല. ഫസ്റ്റിൽ വാൾവ് ചുരുങ്ങിക്കണാണ് ഞങ്ങൾക്ക് മരുന്ന് തന്നത്. അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ കോളേജിൽ വന്ന് എക്കോ ടെസ്റ്റ് എടുത്തു. എക്കോ ടെസ്റ്റ് എടുത്തപ്പോൾ മൂപ്പരാണ് ബുധനാഴ്ച വന്നാളിയാണ്. OP ഷീറ്റ് എടുത്താണ് OP കാണിച്ചു പോലെയാണ്. അങ്ങനെ കഴിഞ്ഞ ബുധനാഴ്ച OP ഷീറ്റ് എടുത്ത് OP കാണിച്ച് 3 ഡോക്ടർമാർ പരിശോധിച്ചു പറഞ്ഞ് പെട്ടെന്ന് സർജറി വേണം. ഇവിടെ അങ്ങനെയൊക്കെയുള്ള ഈ സർജറിൻ്റെ മെഷീന് കംപ്ലൈൻ്റ് ആയിട്ട് ഒരുപാട് ദിവസമായി. പിന്നെ ഈ കോലത്തിൽ എൻ്റെ കുട്ടികളായിട്ട് ഞാൻ എങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോയിക്കോളി പറഞ്ഞു എന്നോട്. എഴുത്ത് തന്നിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള. അപ്പോൾ ഈ കോലത്തിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയാൽ നമുക്ക് എങ്ങനെ പോയത്തെ ചിലവും കാര്യങ്ങളൊക്കെ അതിനുണ്ടല്ലോ. അപ്പം നമുക്ക് ആ ഇതിൽ ആ ചിലവ് നമ്മൾ അത്ര സാമ്പത്തികമുള്ള ആൾക്കാരല്ല. അപ്പം ഇങ്ങനത്തെ ഈ മെഡിക്കൽ കോളേജിൽ മെഷീനില്ല, സർജറിന് മെഷീനില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ പോലത്തെ എന്ത് ചെയ്യും? അപ്പം ഇതിനൊരു പരിഹാരം ഇതിന് വേണ്ടപ്പെട്ട ഇതിന് മുന്നിട്ട് ഇറങ്ങണം. അഭിജിത്ത് മുഴക്കുന്നാണ് ചരിത്രം. അഭിജിത്ത്, ഇത് ശസ്ത്രക്രിയ നടത്തി പിഴവ് പറ്റിയതല്ല, മറിച്ച് ശസ്ത്രക്രിയ തന്നെ നടത്താൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നതാണ് അല്ലേ? അതെ വിനീത, അദ്ദേഹത്തിന്റെ പ്രതികരണം നോക്കൂ. വലിയ കഷ്ടപ്പാടുള്ള ആളാണ്, അസുഖബാധിതനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കാണ് ഒരു ഹൃദയ ശസ്ത്രക്രിയക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുകയും അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകണമെന്നുള്ള നിർദ്ദേശം ലഭിക്കുകയും ചെയ്തത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള യന്ത്ര തകരാറാണ്. ഹാർട്ട് ലങ് യന്ത്രം ഏതാണ്ട് 1 മാസത്തോളമായി പ്രവർത്തനരഹിതമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. അപ്പോൾ നിരവധി രോഗികൾ ഈ ഹൃദയ ശസ്ത്രക്രിയക്കായി വരുന്നു. അവർക്കൊക്കെ ലഭിക്കുന്ന മറുപടി ഈ യന്ത്രം തകരാറിലാണ്, അതിനാൽ തന്നെ ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. മറ്റ് മെഡിക്കൽ കോളേജുകളെ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുക എന്നുള്ളതാണ് ലഭിക്കുന്ന മറുപടി. അത് എത്രത്തോളം ഇങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് അത് ചെയ്യാൻ കഴിയും, സ്വകാര്യ ആശുപത്രിയൊക്കെ ആശ്രയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇപ്പോൾ ഈ വേങ്ങര സ്വദേശിയായ റുബീനയ്ക്ക് ഹൃദയവാൾവ് ചുരുങ്ങുന്ന അസുഖമാണ്. മലപ്പുറത്തൊരു ഡോക്ടറിൽ നിന്ന് ചികിത്സ തേടുകയായിരുന്നു. അതിനിടയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഡോക്ടറെ കാണിക്കണം എന്നുള്ള നിർദ്ദേശം ആ ഡോക്ടർ നൽകുന്നത്. അങ്ങനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നു, ഡോക്ടറെ കാണിക്കുന്നു. അപ്പോൾ സ്കാനിങ്ങുകൾക്കൊടുവിലാണ് ശസ്ത്രക്രിയ വേണമെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെ പറയുന്നത്. പക്ഷേ ശസ്ത്രക്രിയക്കായി ചെല്ലുമ്പോഴാണ് ഇവിടെ നിന്ന് ചെയ്യാൻ കഴിയില്ല, കാരണം ഇവിടെയുള്ള യന്ത്രം തകരാറിലാണ്. ഏതാണ്ട് 1 മാസത്തോളമായി ഈ യന്ത്രത്തിന് പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം ഡോക്ടർമാർ തന്നെ പറയുന്നത്. അതിൽ ഡോക്ടേഴ്സ് തന്നെ പറയുന്നതായി ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, നിങ്ങൾ പരാതി നൽകൂ, ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പരാതി നൽകിയാലെങ്കിലും ഈ ഉപകരണം നന്നാക്കട്ടെ, ആളുകൾക്ക് അതിന്റെ ഗുണം ലഭിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർമാർ ഇക്കാര്യത്തിൽ നിസ്സഹായരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നന്നാക്കണമെങ്കിൽ, ഈ ഉപകരണം നന്നാക്കണമെങ്കിൽ, മറ്റൊന്ന് കൊണ്ടുവരണമെങ്കിൽ ഏതാണ്ട് 3 കോടിയോളം രൂപയുടെ ചിലവുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇടപെടൽ സർക്കാരിൽ നിന്നുണ്ടായി എങ്കിൽ മാത്രമേ മെഡിക്കൽ കോളേജിലെ ഈ ഉപകരണത്തിന്റെ കാര്യത്തിൽ ഒരു പ്രതിവിധി ഉണ്ടാവുകയുള്ളൂ. ഏറ്റവും പെട്ടെന്നുള്ള ഒരു ഇടപെടൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ ഈ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നതാണ്. സമാനമായ ഒരു സാഹചര്യവുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. നമ്മൾ അദ്ദേഹത്തിന്റെ വൈസ് ചാൻസലറുടെ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു. അംഗപരിമിതിയുള്ളയാളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കാണ് അസുഖം, ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്നില്ല. തിരുവനന്തപുരത്തേക്ക് ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി ചികിത്സ പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം ഞങ്ങൾ അടിയന്തരമായി പെടുത്തുകയാണ്. 1 മാസത്തിലധികമായി സാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യന്ത്രം തകരാറിലായിട്ട് അതുമൂലം ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ കഴിയാത്ത സാഹചര്യമെന്ന പരാതിയാണ് ഉയരുന്നത്. വേങ്ങര സ്വദേശിയുടെ അനുഭവമാണ് നമ്മൾ കേൾക്കുകയും ചെയ്തത്. താങ്കളുടെ ഒരു അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് ഈ വാർത്ത നൽകി.